അക്രമം എന്നത് ശാരീരികമായും ആയുധങ്ങൾ കൊണ്ടും ഏൽപ്പിക്കുന്ന മുറിവുകൾ മാത്രമാണോ? രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണെങ്കിൽ, മിലിറ്ററി സ്ട്രെങ്ത്, മിലിറ്ററി പവർ മികവുറ്റതാണെങ്കിൽ ആ രാജ്യം സുരക്ഷിതമാണ് എന്നാണോ? കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് വരെ സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വം എന്നതിന്റെ മാനദണ്ഡം രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കുക, മിലിറ്ററി പവർ ശക്തമായിരിക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ മാറിയ ഈ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ റിലേഷനിൽ സെക്യൂരിറ്റി എന്നതിന്റെ നിർവചനം മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യം, പട്ടിണി, രോഗങ്ങൾ, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസത്തിന്റെ കുറവ്, വിവേചനം, വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം ഇവയൊക്കെ യുദ്ധങ്ങൾ പോലെ തന്നെ മനുഷ്യജീവന് ഭീഷണിയായിരിക്കുന്ന കാര്യങ്ങളാണ്. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന ഒരു രാജ്യത്തിന് അവിടെ അതിർത്തികൾ സുരക്ഷിതമാണെങ്കിലും ആ രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം വളരെയേറെ താഴ്ന്നതായിരിക്കും. അവർക്ക് അവിടെ സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ ജാതി വിവേചനം, മതവിവേചനം, അല്ലെങ്കിൽ വർണ്ണവിവേചനം, സ്ത്രീ പുരുഷ വിവേചനം ഇവയൊക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാ പൗരന്മാർക്കും അന്തസ്സോടെ വിത്ത് ഡിഗ്നിറ്റി ജീവിക്കാൻ സാധിക്കുകയില്ല. സമൂഹത്തിന്റെ ഘടനയും പ്രവർത്തന രീതിയും കാരണം മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന മറഞ്ഞിരിക്കുന്ന ഇത്തരം അക്രമങ്ങളെയാണ് സ്ട്രക്ചറൽ വയലൻസ് അഥവാ ഘടനാപരമായ അക്രമങ്ങൾ എന്ന് ഇന്റർനാഷണൽ റിലേഷനിൽ പറയുന്നത്. ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ അന്തസ്സോടെ ജീവിക്കാൻ കഴിയാതെയോ വരുന്ന സാഹചര്യങ്ങളെയാണ് സ്ട്രക്ചറൽ വയലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യങ്ങളുടെ അതിർത്തികൾ മാത്രം സുരക്ഷിതമായാൽ ആ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ജീവിതം സുരക്ഷിതമാകണമെന്നില്ല എന്നതാണ് ഹ്യൂമൻ സെക്യൂരിറ്റിയുടെ കാഴ്ചപ്പാട്. ഇതുകൂടാതെ എൻവയോൺമെന്റൽ സെക്യൂരിറ്റി എന്ന മറ്റൊരു ആശയം കൂടി ഇന്റർനാഷണൽ റിലേഷനിൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. പരിസ്ഥിതി കൂടി സുരക്ഷിതമായി ഇരുന്നാൽ മാത്രമേ ആ രാജ്യത്തെ പൗരന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് വികസിത രാജ്യങ്ങൾ വരെ മുന്നോട്ട് വയ്ക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണവും വിവേചനങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു. സാമൂഹിക നീതി, തുല്യമായ വികസനം, മനുഷ്യാവകാശ സംരക്ഷണം, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭരണം എന്നിവയിലൊക്കെ കൂടി ഘടനാപരമായ അക്രമങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ രാജ്യത്ത് സുസ്ഥിരമായ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയുള്ളൂ. അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം തന്നെ ഘടനാപരമായ ഇത്തരം ആക്രമങ്ങൾക്ക് കൂടിയുള്ള പരിഹാരം ഉണ്ടായാൽ മാത്രമേ ആ രാജ്യത്തിന് പൂർണ്ണമായ സുരക്ഷ ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അസംതൃപ്തരായ ജനങ്ങൾ കാരണം പിന്നീട് ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉടലെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സുസ്ഥിരമായ സമാധാനത്തിന് ഘടനാപരമായ അക്രമങ്ങൾക്കുള്ള പരിഹാരം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇന്റർനാഷണൽ റിലേഷനിൽ ഹ്യൂമൻ സെക്യൂരിറ്റി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഇതാണ്. രാജ്യങ്ങളുടെ അതിർത്തി മാത്രമല്ല, അതിലുള്ള ഓരോ പൗരനും അന്തസ്സോടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സെക്യൂരിറ്റി എന്ന ആശയം പൂർണ്ണമാകുന്നത്.